ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമയെ കൊടുക്കാൻ വലിയൊരു തന്ത്രം തന്നെ ഐശ്വര്യ അരുന്ധതിയോടും വിസ്മയോടും പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം കേട്ട ശേഷം അരുന്ധതിക്ക് അത് ഇഷ്ടമാവുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അരുന്ധതി ഐശ്വര്യയോട് പറയുന്നു, ഇത് ഞാനും മോളും ഏറ്റ് ഐശ്വര്യ, എങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഐശ്വര്യ അവരോട് പറയുന്നു. ഞാൻ ഇറങ്ങുകയാണ്, നാളെ വിളിക്കാമെന്നും ഐശ്വര്യ പറയുന്നു. സന്തോഷത്തോടെ ഐശ്വര്യ യാത്രയാക്കുകയാണ് രണ്ടുപേരും. ശേഷം കാണിക്കുന്നത് പർദ്ദ ധരിച്ചുകൊണ്ട് തന്നെ അശ്വതി ശ്യാമയെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. ശ്യാമയുടെ ഉയർച്ചയെ പറ്റിയാണ് അശ്വതി സംസാരിക്കുന്നത്. എനിക്ക് എന്തായാലും ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ശ്യാമയുടെ ഈ ഉയർച്ചയെ പറ്റി കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. വസുന്ധരാമ ഉൾപ്പെടെ എല്ലാവരും ശ്യാമയുടെ പാട്ടിനെ കുറിച്ച് കുറ്റമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും ആ അരുന്ധതിക്ക് മോക്കും വലിയൊരു തിരിച്ചടി തന്നെയാണിത് എന്നും അശ്വതി പറഞ്ഞപ്പോൾ എല്ലാം കണ്ണൻ്റെ കടാക്ഷമാണ്. പിന്നെ എൻ്റെ അഖിൽ സാറിൻ്റെ പിന്തുണയും, അതാണ് എന്നെ ആദ്യത്തെ റൗണ്ട് ജയിക്കാൻ സാധിച്ചത് എന്നും ശ്യാമ സന്തോഷത്തോടെ അശ്വതിയോട് പറയുന്നുണ്ട്. അഖിൽ സാറിനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. എന്നാലും ആ ജയേഷുമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ശ്രീകുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലായിരുന്നോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, അതറിയാം ശ്യാമയെ, പക്ഷേ അന്ന് അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ശ്രീകുട്ടി അമൃതയുടെ കയ്യിൽ തന്നെ എത്തിയില്ലേ എന്നും ശ്യാമ പറയുന്നുണ്ട്. അതാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. പക്ഷേ ശ്യാമെ, എങ്ങനെയെങ്കിലും ഒരു ശ്രീകുട്ടി എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ മോളും എന്നെ കാണാണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവളെ അറിയിക്കണ്ടേ, അവൾക്ക് അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടണ്ടേ, അല്ലാണ്ട് ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അത് ശരിയാ ചേച്ചി, ഇനി ഞാൻ തന്നെ ഈ കാര്യം മോളോട് പറഞ്ഞാൽ ശരിയാവില്ല. അമ്മയെ നേരിട്ട് കണ്ടാലേ അവൾക്ക് ആശ്വാസമാകൂ. പക്ഷേ അതെങ്ങനെ? അരുൺ വിചാരിച്ചാൽ പോലും മോളെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കാൻ സാധിക്കില്ല. അവിടെ എല്ലാവരും അരുണിനെ സംശയിക്കുമെന്നും അശ്വതി പറയുന്നുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണെന്ന് ശ്യാമ പറയുന്നു. പക്ഷേ മോൾക്ക് ഇങ്ങനെ എത്ര നാൾ വേദനിച്ച് കഴിയാൻ സാധിക്കും? ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മോളെ ഒന്ന് അറിയിക്കണം, അത് മതി എനിക്ക് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, നോക്കട്ടെ ചേച്ചി, നമുക്ക് എങ്ങനെയെങ്കിലും അതിനൊരു വഴി ഉണ്ടാക്കാം. പക്ഷേ അത് എങ്ങനെയെന്ന് അശ്വതി ചോദിക്കുന്നുണ്ട്. നേരായ മാർഗത്തിൽ പറ്റില്ല, മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. ഇന്ന് രാത്രി ആവട്ടെ, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ശ്യാമ പറയുന്നുണ്ട്. എങ്ങനെ ഞാൻ എൻ്റെ മോളെ കാണുമെന്ന് ഒരു ആകാംക്ഷയോടെ വീണ്ടും അശ്വതി ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, ചേച്ചി ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. അരുണേട്ടനെ വിളിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ബാക്കി എല്ലാ കാര്യങ്ങളും അശ്വതി ചേച്ചിയെ ഞാൻ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് മോളെ കാണാൻ സാധിക്കുമോ എന്ന് അശ്വതി ചോദിക്കുന്നുണ്ട്. അതെ, ഞാനല്ലേ പറയുന്നത്, അത് നടക്കും. നമ്മൾ രണ്ടുപേരും കൂടി ശ്രീകുട്ടിയെ കാണും, ഉറപ്പ് എന്നും ശ്യാമ പറയുന്നു. ചേച്ചി, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ, ഡീറ്റെയിൽസൊക്കെ ഞാൻ ചേച്ചിയെ വിളിച്ച് അറിയിച്ചോളാം, ചേച്ചി ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും മോളെ കാണാനുള്ള ആശങ്കയിലാണ് അശ്വതി. പെട്ടെന്ന് തന്നെ പർദ്ദയുടെ മുഖംമൂടി എടുത്തിടുകയാണ് അശ്വതി. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിന്റെ ഗേറ്റിന് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ശ്യാമയും അശ്വതിയും. ശ്യാമ സ്കൂട്ടറിലാണ് എത്തിയിരിക്കുന്നത്. രാത്രിയിൽ സ്കൂട്ടറിൽ അശ്വതിയും കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു. ഇറങ്ങിക്കോളാനും അശ്വതിയോട് ശ്യാമ പറയുന്നു. ഹെൽമെറ്റ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പർദ്ദ തിരിച്ചാണ് അശ്വതി എത്തിയിരിക്കുന്നത്. അശ്വതി അരുണിനെ ഫോൺ ചെയ്തു. ആരും കാണാതെ അരുൺ ഫോൺ എടുത്തിട്ട് നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഗേറ്റിനടുത്തുണ്ട് ഏട്ടാ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അവിടെ നിൽക്ക്, മോളുമായിട്ട് ഞാൻ ദാ വരുന്നു എന്ന് അരുൺ പറയുന്നുണ്ട്. ചേച്ചി, മോളുമായിട്ട് ഇപ്പോൾ അരുണേട്ടൻ എത്തുമെന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട്. ഇതേ സമയം ഐശ്വര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ അരുണിനെ കാണുന്നില്ല. ലൈറ്റിട്ട് നോക്കിയപ്പോഴും കാണുന്നില്ല. പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ഐശ്വര്യ. ആ സമയത്താണ് ആരും കാണാതെ അരുൺ ശ്രീകുട്ടിയുമായി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശ്രീകുട്ടി തോളിൽ കിടക്കുന്നു. അരുണിത് എവിടെ പോയി? ഈ പാതിരാത്രിക്ക് എവിടെ പോയതാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഐശ്വര്യ ബെഡിൽ നിന്നും എണീറ്റു. ഈ സമയം കൊണ്ട് അരുൺ ശ്രീകുട്ടിയും കൊണ്ട് താഴെ വന്നിരിക്കുന്നു. ഹോളിൽ എത്തിയിരിക്കുകയാണ്. ശ്രീകുട്ടി തോളിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അരുൺ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. ദേ, അരുണേട്ടൻ കുഞ്ഞുമായിട്ട് വരുന്നുണ്ടെന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നു. എൻ്റെ മോള് എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ മോളെ നോക്കുകയാണ് അശ്വതി. അപ്പോഴാണ് പുറത്ത് കതക് തുറന്നു കിടക്കുന്നത്. വസുന്ധര അതുവഴി വന്നപ്പോൾ കാണുന്നത്. ഇതാരായി വാതിൽ തുറന്നിട്ടത് എന്ന് വിചാരിച്ച് വസുന്ധര അവിടേക്ക് വരുന്നു. ഐശ്വര്യയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ മേന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഡോറാരോ തുറന്നിട്ടിരിക്കുന്നുവെന്ന് വസുന്ധര ഐശ്വര്യയോട് പറയുന്നുണ്ട്. അരുൺ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാണ് ഈ വാതിൽ തുറന്നത് എന്ന് നോക്കാനായിട്ട് വസുന്ധരയും അവിടേക്ക് വരുന്നു. വസുന്ധര അവിടെ വന്ന് നിൽക്കുന്നത് വസുന്ധര പുറത്തിറങ്ങിയപ്പോൾ അരുൺ കുഞ്ഞുമായി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. വസുന്ധര പുറത്തിറങ്ങിയത് ശ്യാമയും അശ്വതിയും കാണുന്നു.
ഐശ്വര്യ എടുത്തിയുണ്ട് ചേച്ചി വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്യാമ വെപ്രാളത്തോടെ അശ്വതിയും കൂട്ടി പോകാൻ തുടങ്ങുന്നു. അരുൺ തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ വസുന്ധരയും ഐശ്വര്യയും നിൽക്കുന്നത് കാണുന്നുണ്ട്. ടെൻഷനോടെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ് അരുൺ. ആ സമയം കൊണ്ട് അശ്വതിയും കുട്ടി ശ്യാമ അവിടെ നിന്ന് മുള്ളിച്ചിരിക്കുന്നു. അമ്മേ ഞാൻ മോളെ എന്ന് ഒരു ടെൻഷനോടെയും പരുങ്ങലോടെയും അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, ദേ കള്ളം പറയാൻ നിൽക്കേണ്ട, വെറുതെ ഒച്ച വെച്ച് ആൾക്കാരെ ഉണർത്താൻ നിൽക്കേണ്ട, അകത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണമെന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട്. ഐശ്വര്യയോടും കൂടിയാണ് പറയുന്നത്. തീരുമാനങ്ങളെല്ലാം വീടിനകത്ത്, അകത്തേക്ക് വാ എന്ന് വസുന്ധര പറയുന്നു. ഐശ്വര്യ അകത്തേക്ക് പോയി. ടെൻഷനോടെ അരുൺ വീണ്ടും പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ശ്രീകുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ശ്രീകുട്ടി അരുണിന്റെ തോളിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴും മോൾക്ക് അമ്മയൊന്ന് കാണാൻ സാധിച്ചില്ല. സങ്കടത്തോടെ അശ്വതി നിൽക്കുന്നു. ദേഷ്യത്തിലാണ് വസുന്ധരയും ഐശ്വര്യയും. ആദ്യം ഈ കുഞ്ഞിനെ സെറ്റിൽ കിടത്ത് ചെല്ലേന്ന് വസുന്ധര അരുണിനോട് പറയുന്നു. അരുൺ അതുപോലെ തന്നെ കുഞ്ഞിനെ ആ സെറ്റിലേക്ക് കിടത്തുന്നുണ്ട്. മോളെ അമ്പിളിമാവനെ കാണിക്കാൻ പുറത്ത് കൊണ്ടുപോയതാണെന്നോ ശുദ്ധവായു കൊള്ളിക്കാൻ ഇറങ്ങിയതാണെന്നോ അങ്ങനെ ആളെ വെട്ടിയാക്കാനുള്ള സംസാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്തിനാണ് ഈ പാതിരാത്രിയിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഗേറ്റിനടുത്തേക്ക് പോയത് എന്നെ വസുന്ധര ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അരുൺ നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു, കണ്ടില്ലേ, മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ, പറയില്ല, സത്യം പറയില്ല. ഞാൻ ചോദിച്ചതിന് അരുൺ മറുപടി പറഞ്ഞില്ല. എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ പറയുന്നു, പറയില്ലമ്മേ, പറയാൻ പറ്റില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഗേറ്റിനടുത്ത് അശ്വതി വന്നിട്ടുണ്ട്. ഇത് കേട്ട് അരുൺ ഞെട്ടലോടെ നിൽക്കുന്നു. ഇത് ആദ്യേട്ടനും അരുണും തമ്മിലുള്ള ഒത്തുകളിയാണ്. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു ഈ കുട്ടിയോട് ഇത്രയും അടുപ്പം അരുൺ കാണിക്കണമെങ്കിൽ അത് തന്നെയാണ്. ആദ്യേട്ടൻ്റെ ആ കള്ളക്കാമുകിയെ സഹായിക്കുകയാണ് അരുൺ. ഇത് കേട്ടപ്പോൾ വസുന്ധരയും ടെൻഷനാവുന്നുണ്ട്. വീണ്ടും ഐശ്വര്യ പറയുന്നു, പക്ഷേ ഒരു കാര്യം അരുൺ മറന്നു, അമൃതയെടുത്തി ആ പാവത്തിനെ വഞ്ചിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി. അമ്മ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അമൃതയെടുത്തിയുടെയും മക്കളുടെയും ജീവിതം തകരും. ഈ ശ്രീകുട്ടി ഇനി ഇവിടെ ഒരു നിമിഷം ഉണ്ടാവാൻ പാടില്ല. എവിടേക്കാണെന്ന് വെച്ചാൽ മാറ്റ്. അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പോൾ തന്നെ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, വേണ്ട, ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ പോയി സമാധാനമായിട്ട് ഉറങ്ങ്, ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, പോയിക്കോ എന്ന് വസുന്ധര പറയുന്നു. ഉറപ്പാണല്ലോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. ഞാനല്ലേ പറയുന്നത്, ഉറപ്പ് എന്ന് വസുന്ധര. ആ കുഞ്ഞിനെ അരുൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പറയുന്നു, വേണ്ട, അതിനെ എടുക്കാനും കിടത്താനും ഇവിടെ വേറെ ആൾക്കാരുണ്ട്, നീ ബുദ്ധിമുട്ടണമെന്നില്ല. അരുണിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദേഷ്യത്തോടെ അരുൺ അവിടെ നിന്ന് പോകുന്നു. കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഇനിയും ആദ്യേട്ടനെ സഹായിക്കാൻ അരുൺ ഇത് ആവർത്തിക്കും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അതിന് ഈ കുഞ്ഞിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇനി വൈകില്ല, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ ഇവിടുന്ന് മാറ്റിയിരിക്കും. വസുന്ധരയുടെ തീരുമാനമാണിത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. വസുന്ധര ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ശ്രീകുട്ടി ഒരു പുഞ്ചിരിയോടെ വസുന്ധരയുടെ മുന്നിലേക്ക് വന്നു. ഇവിടെ അമൃതാന്റെ ആരുമില്ല, തനിച്ചിരിക്കാൻ പേടി തോന്നുവാണെന്ന് ശ്രീകുട്ടി വസുന്ധരയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, എന്ന് കരുതി ഇവിടെയാണോ വന്ന് നിൽക്കുന്നത്? ചെന്ന് അപ്പുറത്തിരിക്കെ, ഇവിടെ ആരും പേടിപ്പിക്കാനൊന്നും വരില്ല. പറഞ്ഞത് കേട്ടില്ലേ, അപ്പുറത്തെങ്ങാനും പോയി ഇരിക്കെ. പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ എന്നും വസുന്ധര പറയുന്നു. അങ്ങനെ ശ്രീകുട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു. എന്നാൽ വസുന്ധര ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് വസുന്ധര അവിടെ കാല് വഴുതി വീഴുന്നത്. അയ്യോ എൻ്റെ കാല് എന്ന് പറഞ്ഞിട്ട് വസുന്ധര വേദന കൊണ്ട് വിളിക്കുന്നു. ശ്രീകുട്ടി അവിടേക്ക് ഓടിയെത്തി. അയ്യോ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ശ്രീകുട്ടി വസുന്ധരയോട് ചോദിക്കുന്നുണ്ട്. വസുന്ധര പറയുന്നു, നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടിയെന്ന്. ഞാൻ പിടിക്കട്ടെ എന്ന് വഴക്ക് പറയൂ എന്ന് ശ്രീകുട്ടി പറയുന്നു. ഇല്ല, പിടിക്കുകയെന്ന് വസുന്ധര. അങ്ങനെ വസുന്ധരയെ ശ്രീകുട്ടി പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ശ്രീകുട്ടിയെ കൊണ്ട് കഴിയുന്നില്ല. നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഒന്ന് ശരിക്ക് പിടിക്കു വെച്ച് എന്നൊക്കെ വസുന്ധര പറയുന്നു. എത്ര വലിച്ചിട്ടും വസുന്ധര അങ്ങോട്ട് എഴുന്നേൽക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ശ്രീകുട്ടി പറയുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നും ശ്രീകുട്ടി നോക്കുന്നു. ഇവിടെയെങ്ങും ആരുമില്ലേ? ഈശ്വര, ഇത് എന്ത് ഗതികേട് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ, ഞാൻ അമൃതാന്റിക്ക് ഫോൺ ചെയ്യാം, വേഗം ചെല്ല്, എൻ്റെ ഫോൺ അവിടെയുണ്ട്, അതിൽ അവളുടെ നമ്പറുണ്ട്, ചെല്ല്, വേഗം ചെന്ന് വിളിക്കുന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. എന്നിട്ട് വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ് വസുന്ധര. എന്നാൽ ആ സമയം വരുന്നത് ശ്യാമയാണ്. ശ്യാമ സ്കൂട്ടറിൽ ആനന്ദ നിലയത്തിൻ്റെ പടി കയറി വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.